വിശുദ്ധ ഇസ്ലാമിൻ്റെ മുഴുവൻ സന്ദേശങ്ങളും യഥാർത്ഥത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു വചനത്തിൽ നമ്മളൊക്കെ ഒരു തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കേട്ട ഒന്നാണ്, മാമിൻ ഷൈഇൻ യുഖർരിബുക്കും ഇലൽ ജന്നതി ഇല്ലാ വഖദ് അമർതുക്കും ബിഹി വമമിൻ ഷൈഇൻ യുബ്ഇദുക്കും അനിന്നാരി ഇല്ലാ വഖദ് നഹൈതുക്കും അൻഹാ. നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. ഒരു കാര്യം പോലും സ്വർഗത്തിൽ പോകാൻ വേണ്ടി വിശ്വാസി പുതിയതായി ചെയ്യേണ്ടതില്ല. അത് എന്തെല്ലാം മേഖലകളിലാകട്ടെ, അത് പൂർണ്ണമായും സമ്പൂർത്തീകരിച്ചിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റേണ്ടുന്ന വിഷയങ്ങളും ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് അവതരിച്ച വളരെ പ്രസിദ്ധമായൊരു വചനമുണ്ട്, സൂറത്തു മാഇദയിലെ 3-ാമത്തെ വചനം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽയൗമ, ഇന്ന്, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും സമ്പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. പിന്നെ വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടാവുന്ന ഒരു മതമാക്കി നിശ്ചയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് സംഭവിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഇസ്ലാം വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആധുനിക പ്രശ്നം വന്നു എന്ന് വിചാരിക്കുക. ആ ആധുനിക പ്രശ്നത്തിന് പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇജ്തിഹാദ്, ഗവേഷണം എന്നത് വളരെ കൃത്യമായി ഇസ്ലാം അനുവദിച്ചിട്ടുള്ള, അതിനർഹരായ വ്യക്തികൾക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഒരു ബാധ്യതയാണ്, മുസ്ലിം പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. ഇജ്തിഹാദ് ചെയ്യാന്ന് പറഞ്ഞ ആരാ? അപ്പൊ ഞാൻ കയറിയിട്ട് ഇജ്തിഹാദ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മതത്തിൽ ഇജ്തിഹാദ് ചെയ്യേണ്ട വ്യക്തികൾക്കുള്ള കുറേ നിബന്ധനകളുണ്ട്. ലക്ഷക്കണക്കിന് ഹദീസ് സംബന്ധിച്ച അവഗാഹം ഉണ്ടാകണം. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇന്നും അൽഹംദുലില്ലാഹ് നിർവഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്, എന്നാൽ സ്വർഗത്തിൽ പോകാൻ എന്ന നിലക്ക് ജീവിതത്തിൽ പല ദിക്റുകളും പല പ്രാർത്ഥനകളും പല നല്ല കാര്യങ്ങൾ എന്ന നിലക്ക് പല വിഷയങ്ങളും സമൂഹം ഇന്ന് ആചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സീസണിൽ വരുന്ന ഓരോ കാര്യങ്ങൾ എടുത്താൽ നമുക്കത് വ്യക്തമാണ്. നോക്കൂ, നിങ്ങളിപ്പം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമല്ല. പക്ഷേ പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണ് റബീഉൽ അവ്വൽ മാസത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ആഘോഷങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നത് സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് തന്നെയും അതിപ്പോ എന്താണ്, ആളുകൾക്ക് അന്നം കൊടുക്കല്ലേ, ദിക്റ് ചൊല്ലല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അല്ലെങ്കിൽ വാപ്പ മരിച്ചതിന്റെ 3-ന്റെ അന്ന് ഞാനിപ്പോൾ അതിനോട് വിയോജിക്കാനൊന്നും പോണ്ട, കാരണം അത് ജനങ്ങളെ ദിക്റ് ചൊല്ലല്ലേ, ഒരു ശിർക്കിന്റെ ദിക്റ് പോലും അതിലില്ല, എന്താപ്പം അങ്ങനെ ചെല്ലണോണ്ട് കുഴപ്പം എന്ന ആളുകൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് സംഭാവനകൾ നൽകാറുണ്ട്. അത്തരം കാര്യങ്ങളോട് സഹകരിക്കരുത് എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു വിഷയമാക്കി പറയേണ്ട കാര്യമുണ്ടോ എന്നും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം നല്ലതല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഉണ്ടാക്കാമോ, അതിന് മതപരമായ അനുവാദമുണ്ടോ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം. ഒരു 5-8 പോയിന്റുകളിലൂടെ ഞാനത് ഇവിടെ നിങ്ങളുടെ മുന്നിൽ സമർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് അതിൽ തോന്നുന്ന സംശയങ്ങൾ അത് എന്നോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിയിട്ട്, ഒരു ചോദ്യമായിട്ട് എഴുതിയിട്ടോ മറ്റോ ഇവിടെ ആരുടെങ്കിലും കൊടുത്താൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാൻ കഴിയും എന്നുകൂടി ഞാൻ നിങ്ങളോട് വളരെ ഉത്തരവാദിത്വപൂർവ്വം പറയാണ്. യഥാർത്ഥത്തിൽ നോക്കൂ, നിങ്ങൾ ഇതിന്റെ ഈ ചിന്തയുടെ അടിസ്ഥാനത്തെ തകർക്കുന്ന വാചകമാണ് ഞാൻ നമ്പർ ഇട്ടോ. 1-ാമത്തെ കാര്യം പറയുന്നത്, 1-ാമത്തെ കാര്യം ഇമാം ഷാത്തബി റഹിമഹുല്ല കൊണ്ടുവരുന്നൊരു വാചകമുണ്ട്. എന്താണ്? വമൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഇതാണ് വാചകം. ഇങ്ങനൊരു വാചകമുണ്ടോ എന്ന് നമുക്ക് ഇന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും, പഠിച്ചാൽ കിട്ടും. ഇതിന്റെ ഇംഗ്ലീഷിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന അർത്ഥത്തിൽ വഞ്ചിതരാകേണ്ട ആവശ്യമല്ല. നിങ്ങൾക്കത് മലയാളത്തിലേക്ക് ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? വമൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ, ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ഒരാൾ ഉണ്ടാക്കുന്നു. എങ്ങനെ ഉണ്ടാക്കുന്നത്? യറാഹ ഹസനതൻ, അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്.
എങ്കിൽ ഫഖദ് സഅമ, നിശ്ചയം അയാൾ വാദിക്കുന്നത് അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും പ്രവാചക തിരുമേനി ഖാന റിസാല, പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് പുതിയ കാര്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ദീനിന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു എന്ന്. പിന്നെ ഈ സ്പെഷ്യൽ നോമ്പ്, ഈ സ്പെഷ്യൽ നിസ്കാരം, ഈ സ്പെഷ്യൽ ദിക്ർ, ഈ സ്പെഷ്യൽ കോലം, ഈ സ്പെഷ്യൽ രൂപം അതുണ്ടാക്കുന്ന വ്യക്തി വാദിക്കുന്നത് എന്താണ്? പ്രവാചകൻ പഠിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞത് ശരിയല്ല, പഠിപ്പിക്കാതെയും കുറച്ച് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് എന്നവൻ വാദിക്കുകയാണ് എന്നാണ് ആ പ്രവർത്തനം കൊണ്ട്. അപ്പൊ നമ്മളിനി ഒരു തർക്കത്തിന് വേണ്ട, ഒരു ബഹളത്തിന് വേണ്ട, അതൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഞാനായിട്ട് ഇപ്പൊ കുടുംബത്തിൽ അങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കണ്ട എന്നൊക്കെ പതിയെ മൗനമായി ആ വിഷയത്തോട് നിലപാട് സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു നഷ്ടാണെന്ത്? പ്രവാചകനെതിരിൽ ആ പ്രവർത്തനം കൊണ്ട് നമ്മളൊരു ദുരാരോപണമാണ് ഉന്നയിക്കുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യങ്ങൾ കുറെ പഠിപ്പിക്കേണ്ട ഇൽമ് സ്വകാര്യമാക്കി വെച്ചു, പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയും എന്നാണ്. അതുകൊണ്ട് ഇതാണ് അസ്ല്. ഇനി ഈ അസ്ല് തെളിയിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു ആഗ്രഹമാണ് പ്രവാചകന്റെ അടുത്ത് അദ്ദേഹം എന്ന് പറയാണ്, യാ റസൂലല്ലാഹ് ലൗ ഇത്തഖദ്നാ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മഖാമിനെ നമ്മൾ നമസ്കാര സ്ഥാനമായി തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ. മഖാം നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു വലിയ ഉയർത്തിക്കെട്ടിയ ഒരു ഖബറും അതിന്മേൽ പച്ച വിരിച്ചതൊക്കെയാണ് നമ്മൾ സാധാരണ മഖാം എന്ന് പറയാം. ഈ ഖാമ എന്ന് പറഞ്ഞ വാക്ക് നിന്നു എന്നാണ് അതിന്റെ അർത്ഥം. മഖാം എന്ന് പറഞ്ഞാല് നിൽക്കുന്ന സ്ഥലം എന്നാണ്, കിടക്കുന്ന സ്ഥലം എന്നല്ല. ഒരാൾക്കും അറബി ഭാഷയിലെ കാമയിൽ നിന്ന് അതിന്റെ ഇസ്മു മഫ്ഊലായിട്ട് വരുന്ന മഖാം അതൊരിക്കലും എന്താണ് എന്താ പറയാ, അത് കിടക്കുന്ന സ്ഥലം എന്ന് കിട്ടൂല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബാലയം നിർമ്മിക്കാനും ബാക്കിയൊക്കെ ഇടപെട്ട ആ ഒരു സ്പേസ് നമുക്കറിയാം. ഹജ്ജനോ ഉംറക്കോ പോയ ആളുകൾക്കറിയാം മഖാം ഇബ്രാഹിം എന്താണ്. അത് വിശാലമായൊരു സ്പേസ് ആണ്, അത് വിശാലമായൊരു ഇടമാണ്. ആളുകൾ ഉംറ കഴിഞ്ഞ് 2 റകഅത്ത് നിസ്കരിക്കുന്ന സ്ഥലമാണ് അല്ലെ. അപ്പം ഈ സ്ഥലത്ത് നിസ്കരിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹത്തിന് അഭിപ്രായം തോന്നി. ഒരാൾക്ക് ഇസ്ലാമിൽ നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? വേഗം പോയി 2 റകഅത്ത് നിസ്കരിക്കണം. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ആഗ്രഹമായി പ്രകടിപ്പിച്ചു. പ്രവാചകൻ അദ്ദേഹത്തോട് കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴോ ആകാശത്ത് നിന്ന് വചനം വന്നു, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മഖാമിനെ നിങ്ങൾക്ക് നമസ്കാര സ്ഥാനമാക്കാം. അന്ന് മുതൽ അത് ആരംഭിച്ചു. നേരെ തിരിച്ച് നമ്മുടെ നാട്ടിൽ എന്താണ്? ഓരോ നാട്ടിലും വ്യത്യസ്തമായ ആചാരങ്ങളുണ്ട്. ആ നാട്ടിൽ മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആൾക്ക് തോന്നുന്നത് മൂപ്പര ആചാരമായിട്ട് നടത്തും. മൂപ്പരാണ് തുടങ്ങും, പുതിയ സാധനങ്ങൾ തുടങ്ങും അല്ലേ. ഇപ്പോ നമ്മുടെ നാട്ടിൽ മരിച്ചതിന്റെ 3-ന്റെ അന്ന് 70,000 ദിക്ർ ചൊല്ലുന്ന പരിപാടി എന്റെ വല്യമ്മ മരിച്ചെന്ന് തുടങ്ങിയതാ. എന്റെ വാപ്പാന്റെ അടുത്ത് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി വന്ന് എന്താണ്, ഇങ്ങനെ ഒരു കാര്യം ചെയ്തൂടെ, നമുക്ക് കുറച്ച് ചീരിനി മാത്രം കൊണ്ടുവന്നാൽ മതി, ബാക്കി അതുവരെ വെട്ടത്തൂരിലെ ആളുകൾക്ക് ആർക്കും അത് പരിചയമല്ല, അങ്ങനത്തെ ഒരു ആചാരം പരിചയമല്ല. വാപ്പാന്റെ അന്നത്തെ സ്റ്റാൻഡ് എന്താ? അത് ദിക്റല്ലേ, അത് നല്ല കാര്യമല്ലേ, നടന്നോട്ടെ. പക്ഷെ അത് നല്ല കാര്യമല്ല എന്ന് തിരിഞ്ഞപ്പോഴോ അത് തിരുത്തി. അതന്നെയാണ് അഹ്ലുസുന്നയുടെ ഉലമാക്കളും ചെയ്തിട്ടുള്ളത്. അവർക്ക് എപ്പോഴാണോ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് അപ്പൊ തിരുത്തിയിട്ടുണ്ട്. പിന്നെ ഇസ്തിഗ്ഫാർ നടത്തണം, യാതൊരു സംശയമല്ല. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല ചെയ്യണത്. ഇനി നിങ്ങൾ നോക്ക്, ഈ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് അദ്ദേഹം പ്രകടിപ്പിച്ച രണ്ടാമത്തെ ആഗ്രഹം എന്താ അറിയോ? ലൗ അമർത നിസാഅക അൻ യഹ്തജിബ്ന, നിങ്ങളുടെ ഭാര്യമാർ ഒരു ഹിജാബ് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് പ്രവാചകന്റെ അടുത്ത് വന്ന്, ഫഇന്നഹുന്ന യുകല്ലിമുഹുന്നൽ ബർറു വൽ ഫാജിർ, അവരുടെ അടുത്ത് സംസാരിക്കാൻ നല്ല മനുഷ്യന്മാരും ചീത്ത ആൾക്കാരും ഒക്കെ വരും. അപ്പൊ അവരൊരു പ്രത്യേക ഹിജാബ് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന സംഭവം വന്നപ്പോഴാണ് ആയത്തുൽ ഹിജാബ് വന്നത് എന്നാണ്. ഇപ്പൊ പ്രവാചകനും നല്ലതല്ലേ ഭാര്യമാർക്ക് ഒരു പ്രത്യേക തരം ഹിജാബ് ഉണ്ടായിക്കോട്ടെ എന്ന് പ്രവാചകൻ ഉത്തരവിട്ടില്ല, ആയത്ത് കാത്തു നിന്നു. നമ്മളാണെങ്കിലും നല്ലതല്ലേ, പുണ്യകർമ്മല്ലേ, ചെയ്യാലോ എന്നുള്ള നിലക്കാണ് പലപ്പോഴും ഉണ്ടാവുക അല്ലെ. ഇനി സുഹൃത്തുക്കളെ, 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. 4ാമത്തെ കാര്യം ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഞാനിവിടെ ഓതി വെച്ച ആയത്ത് അതാണ്. എന്താണ്? ബറാ ബിൻ ഹാസിബ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, ലമ്മ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത, പ്രവാചകൻ മദീനയിൽ വന്നപ്പോൾ, സ്വല്ലാ നഹ്വ ബൈത്തുൽ മുഖദ്ദസ് 6 ഔ 17 ശഹ്റൻ, 16 ഓ 17 മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക്
ഇന്ന് നമ്മളെല്ലാവരും നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന ഖുദ്സിന്റെ മണ്ണിലേക്ക്, ഖുദ്സിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചത്. വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു അൻ യുവജ്ജഹ ഇലൽ കഅബ. പ്രവാചകന് കഅബാലയത്തിലേക്ക് തിരിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ബൈത്തുൽ മുഖദ്ദസ് എന്താ? അമ്പിയാക്കളുടെ ഇടമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറയാ, മിഅ്റാജ് ഇസ്രാ യാത്ര നടത്തിയ സ്ഥലമാണ്. ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. നല്ലതല്ലേ എന്ന് കരുതി പ്രവാചകൻ തുടങ്ങിയോ? നമ്മൾ എന്താ ചെയ്യാ? ദിക്റല്ലേ, ദുആല്ലേ, നല്ല കാര്യമല്ലേ, ചെയ്തൂടെ എന്നാണ്. ഇസ്ലാമിൽ ഒരു കാര്യം നല്ലതാകണമെങ്കിൽ റബ്ബ് പറയണം, വഹീന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കപ്പെടണം. അതുകൊണ്ട് വഹീന് വേണ്ടി പ്രവാചകൻ കാത്തുനിന്നു. 16 മാസം 17 മാസം മനസ്സിൽ ആഗ്രഹമുണ്ടായിരിക്കെ. മാത്രല്ല, മദീനത്തെ അങ്ങാടിയിൽ ഒരു വർത്താനം ഉണ്ടായിരുന്നു, ഞങ്ങൾ യഹൂദികളും നസ്രാനികളും ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിയണത്, നിങ്ങളും അങ്ങോട്ട് തന്നെയാണ് തിരിയണത്. എന്താ ജനങ്ങളെ നിങ്ങളെ അവസ്ഥ അല്ലെ? അപ്പൊ പലപ്പോഴും പല ആളുകളും ഈ നമസ്കാരത്തെ കുറിച്ച് ശക്തമായി സംസാരിക്കുന്ന, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണ, അത് അത്തരം ഒരു രീതിയിൽ ഇടപെടുന്ന ആളുകളുണ്ട്. അത് വലിയൊരു ദൗത്യമായി എടുത്ത് ചെയ്യണവരുണ്ട്. പക്ഷെ അവരൊരിക്കലും നിസ്കാരത്തിലെ ബിദഅത്തിനെ കുറിച്ച് അവരോട് സംസാരിക്കൂല. ഒരു നിസ്കാരത്തിലെ ബിദഅത്തിനെ കുറിച്ച് സംസാരിക്കൂല. മാത്രല്ല, ബിദഅത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശാഖാപരമായ വിഷയങ്ങളിൽ ഇടപെടുകയാണ്, ശാഖാപരമായ വിഷയങ്ങളിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് എന്നൊക്കെ പറയുന്നവരും നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതൊരു വിമർശനമായിട്ടല്ല തോന്നുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ വിമർശനമായിട്ട്, ഇതൊരു തിരുത്തായിട്ടാണ് തോന്നുന്നുണ്ട്. ഞാൻ ഹദീസിന്റെ ടെക്സ്റ്റ് വായിച്ച്, ഇനി ഹദീസിന്റെ നമ്പർ വേണമെങ്കിൽ ഉദ്ധരിക്കാം അല്ലെ. 4916 ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ 2ാമത്തെ വോള്യത്തിൽ 98ാമത്തെ പേജിൽ കൊടുത്ത ഹദീസാണ് ഞാൻ 4ാമത്തെ തെളിവായിട്ട് ഉദ്ധരിച്ചത്. ഓരോന്നിന്റെയും തെളിവ് സഹിതം നമുക്ക് ഈ വിഷയങ്ങൾ പറയാൻ കഴിയും. പ്രവാചകൻ 17 മാസങ്ങൾക്ക് ശേഷം ആയത്തിറങ്ങി. എന്താ? ഖദ് നറാ തഖല്ലുബു വജ്ഹിക ഫിസ്സമാ. നിങ്ങളുടെ കണ്ണിങ്ങനെ ആകാശത്തിങ്ങനെ പരതുന്നത് ഞാൻ കാണുന്നു. എന്താ പരതുന്നത്? ജിബ്രീൽ വരുന്നുണ്ടോ എന്ന് നോക്കാണ്. എന്തിനാണ്? ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ. കഅബാലയത്തെ ഖിബ്ലയായി കിട്ടുന്ന ഒരു വചനവുമായി ജിബ്രീൽ വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പ്രവാചകന് 16-17 മാസം കാത്തിരുന്നു. 16-17 മാസം കാത്തിരുന്നിട്ട് അവസാനം ആയത്ത് വന്നു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് തിരിച്ചോളൂ. ഇനി കേട്ടോ, ഫവുജ്ജിഹ നഅബൽ ഖിബ്ല. അപ്പൊ കഅബാലയത്തിന്റെ നേരെ തിരിച്ചു. അപ്പോൾ കഅബാലയത്തിന്റെ നേരെ തിരിച്ചു. വകാന യുഹിബ്ബു ദാലിക. കാരണം പ്രവാചകൻ അത് ഇഷ്ടപ്പെട്ടിരുന്നു. അതിനുവേണ്ടി ഒരു ഓർഡർ റബ്ബിന്റെ അടുത്ത് നിന്ന് കിട്ടണം. അപ്പൊ നമുക്ക് മതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, ആചാരം ഉണ്ടാക്കണമെങ്കിൽ റബ്ബിന്റെ ഓർഡർ വരണം. പ്രവാചകൻ പോലും ഓർഡർ കാത്തിരിക്കുക ചെയ്ത്. എന്നിട്ട് നമ്മളെ നാട്ടിലോ ഒരു ഉസ്താദ് വന്നാൽ മൂപ്പര് ഒരു പ്രത്യേക ആചാരം തുടങ്ങും, വേറൊരു ഉസ്താദ് വന്നാൽ മൂപ്പര് വേറൊരു ആചാരം തുടങ്ങും അല്ലേ. ഇപ്പൊ ഇവിടെ പലജാതി പരിപാടികൾ നമ്മളെ നാട്ടില് നടക്കുന്നുണ്ട്. ഈ നടക്കണതൊക്കെ എപ്പോ തുടങ്ങിയതാ? 27 രാവിന്റെ അന്ന് നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാരെയും മലപ്പുറത്തേക്ക് വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. പള്ളിന്റെ ഉള്ളിലേക്ക് പ്രവാചകനും സ്വഹാബത്തും ചുരുങ്ങിയ മാസം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാത്രി ജനങ്ങൾ പറമ്പുക്ക പോണേ. ഇപ്പൊ അവിടെ ഒരു പള്ളി ഉണ്ട്, കുറച്ചാൾക്കാർക്ക് ഇരിക്കാൻ. പണ്ട് ആ പള്ളി ഉണ്ടായില്ല. ആ പള്ളി ഉണ്ടാകുന്നതിന് മുമ്പ് തുടങ്ങിയ പരിപാടിയാണിത്. അപ്പൊ ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ, ഇതിനൊന്നും അസലില്ല. ഇനി നിങ്ങൾ നോക്ക്, ഇതുകൊണ്ടും തീരണില്ല. സ്വഹാബത്തിന് എത്ര ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വഹാബത്ത് ഈ കൽപ്പന എത്രത്തോളം നടപ്പിലാക്കി എന്ന് മനസ്സിലാക്കാൻ. ഫസല്ല റജുലുൻ മഅഹു അൽ അസർ. പ്രവാചകന്റെ കൂടെ ഒരു മനുഷ്യൻ അസർ നിസ്കരിച്ചു. സുമ്മ മർറ അലാ ഖൗമിൻ മിനൽ അൻസാർ. പിന്നെ അൻസാറുകളായ ആളുകൾ നിസ്കരിക്കണ ഒരു പ്രദേശത്തേക്ക് ചെന്നു. അപ്പോഴോ പ്രവാചകന്റെ അടുത്ത് നിസ്കാരം കഴിഞ്ഞ് ചെല്ലുമ്പോ കുറച്ചപ്പുറത്ത് വഹും റുക്കൂ ഫി സ്വലാത്തുൽ അസർ. അവർ സ്വലാത്തുൽ അസറിന്റെ റുക്കൂഇലായിരുന്നു, ചെറിയൊരു ദൂരം അപ്പുറത്ത് കേട്ടോ. അപ്പോഴോ നഹ്വ ബൈത്തുൽ മുഖദ്ദസ്. അവർ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചത്. ഫഖാല ഹുവ യശ്ഹദു അന്നഹു സല്ല മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ കൂടെ കഅബാലയത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ ആയത്തോതി. വന്നഹു ഖദ് ഉജ്ജിഹ ഇലൽ ഖിബ്ല. നിസ്കരിച്ചപ്പോൾ ഞാൻ അസർ നിസ്കരിച്ചത് കഅബാലയത്തിലേക്ക് തിരിഞ്ഞിട്ടായിരുന്നു എന്ന് ഓതിയപ്പോൾ ഫൻഹറഫു വഹും റുക്കൂ. റുക്കൂഇലായിരിക്കെ അവർ എന്ത് ചെയ്തു? നേരെ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു. റുക്കൂ എന്ന് കഴിഞ്ഞ് എണീക്കാൻ പോലും നിന്നില്ല, നേരെ റുക്കൂയിൽ തിരിഞ്ഞു. അപ്പൊ ഇത്രയും ആഗ്രഹിച്ചിട്ടും അവരെന്തുകൊണ്ടാണ് കഅബാലയത്തിലേക്ക് തിരിയാതിരുന്നത്? 16-17 മാസം കാത്തുനിന്ന് എന്തുകൊണ്ടാ? ആയത്ത് പ്രതീക്ഷിച്ചിട്ടാണ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിർദ്ദേശത്തിന് കാത്തിരുന്നിട്ടാണ്, റബ്ബിൽ നിന്നുള്ള നിർദ്ദേശത്തിന് കാത്തിരുന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്രയും സമയം ആ ഒരു രീതി സ്വീകരിച്ചത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് കിട്ടുന്ന കാര്യം എന്താ?
ഞാൻ പറഞ്ഞു, ഒന്ന് പിന്നെ മഖാമു ഇബ്രാഹിമിനെ ഖിബിലയായി മഖാമു ഇബ്രാഹിമിൽ നിസ്കരിക്കണ കാര്യം, 2 ആയത്തുൽ ഹിജാബിന്റെ കാര്യം, 3 ഖിബല മാറ്റത്തിന്റെ കാര്യം. ഈ കാര്യങ്ങളിലൊന്നും അവർ സ്വയം ഒരു തീരുമാനത്തിലേക്ക് പോണില്ല. ഇനി 4മത്തെ ഒരു സംഭവം ഞാൻ പറയാം. അത് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? ഇമാം ദാരിമി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ 1-ാം വാള്യത്തിലെ 234-ാമത്തെ പേജിൽ, വോള്യങ്ങൾക്കൊക്കെ അനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാകും, പക്ഷെ ഈ പണിയൊന്നുമില്ല, ഇന്നത്തെ കാലത്ത് ഒരു പണിയൊന്നുമില്ല. ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ഒരു വാചകം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഫുള്ള് ഹദീസ് കിട്ടും. ഹർക്കത്തോട് കൂടെ വേണമെങ്കിൽ അങ്ങനെ കിട്ടും, അർത്ഥത്തോട് കൂടെ വേണമെങ്കിൽ അങ്ങനെ കിട്ടും. ഈ മലയാളത്തിൽ അർത്ഥം കിട്ടണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ടാൽ കിട്ടും, ഒരു പ്രശ്നമല്ല. ചില അർത്ഥത്തിലൊക്കെ വാക്കിലൊക്കെ ചില മലയാളം ആവുമ്പോൾ ഉള്ള ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും, എന്നാലും നമുക്ക് ആശയം കിട്ടും. നോക്കൂ നിങ്ങൾ, കുന്നാ നജ്ലിസു അലാ ബാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ ഖബല സ്വലാത്തുൽ ഗദാത്ത്. സുബഹി നമസ്കാരത്തിന് മുമ്പ് ഞങ്ങള് അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു, അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ഫൈദാ ഖറജ മശൈന മഅഹു ഇലൽ മസ്ജിദ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ പള്ളിയിലേക്ക് പോയി. ഫജാഅന അബൂ മുസൽ അശ്അരിയു, അപ്പൊ അബൂ മുസൽ അശ്അരി അങ്ങോട്ട് ഓടി വന്നു. അഖറജ ഇലൈക്കും അബൂ അബ്ദുറഹ്മാൻ ബഅദു, അബൂ അബ്ദുറഹ്മാൻ ഇറങ്ങിയോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയോ എന്നാ അറബികൾ അങ്ങനെ വിളിക്കുക, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണത്, മനസ്സിലായില്ലേ? ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളടുത്തേക്ക് അദ്ദേഹം എത്തണുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അവിടെ കാത്തിരുന്നു. അപ്പൊ അദ്ദേഹം കടന്നു വന്നപ്പോ പറഞ്ഞു, ഞാൻ ഇന്ന് കേട്ടോളി വാചകം, യാ അബാ അബ്ദില്ലാ യാ അബാ അബ്ദുറഹ്മാൻ ഇന്നി റഅയ്തു ഫിൽ മസ്ജിദി ആനിഫൻ അംറൻ അൻകർതുഹു, ഞാൻ ഏറെ വെറുപ്പുളവാക്കുന്ന ഒരു കാര്യം ഇന്ന് പള്ളിയിൽ കണ്ടു. ആരെങ്കിലും പള്ളിയിൽ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും പള്ളിയിൽ ഇരുന്ന് വേറുള്ള പച്ചറച്ചി തിന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും പള്ളിയിലൂടെ ബഹളം ഉണ്ടാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇമാമിനെ തീരുമാനിക്കാൻ വോട്ടെടുപ്പ് നടക്കുന്നുണ്ടോ? ഇങ്ങനെ വേറെന്തെങ്കിലും കാര്യം ഇവിടെ നടക്കുന്നുണ്ടോ? ബഹളം നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ശിർക്കിന്റെ എന്തെങ്കിലും വരികൾ പാരായണം ചെയ്യുന്നുണ്ടോ? അതൊന്നുമല്ല. എന്താ കാര്യം എന്ന് വെച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ പോയോക്കെ എങ്ങക്കും കാണാം. എന്നിട്ട് പറഞ്ഞു, റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹിലഖൻ ജുലൂസൻ യന്തളിറൂന സലാ, ഞാൻ നിസ്കാരം പ്രതീക്ഷിച്ച് വട്ടത്തിലിരിക്കുന്ന കുറച്ച് ആളുകളെ കണ്ടു. ഫീ കുല്ലി ഹൽഖത്തിൻ റജുലുൻ വഫീ ഐദിഹിം ഹസ്വ, എല്ലാ വട്ടത്തിലും കുറെ വട്ടങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ വട്ടത്തിലും ഒരാളുണ്ട്, അയാളുടെ കയ്യിൽ കുറച്ച് ചരൽക്കല്ലുകളുണ്ട്. എന്നിട്ട് അയാൾ പറയും, ഫയഖുലു കബ്ബിറൂ മിഅ, 100 വട്ടം തക്ബീർ ചൊല്ലൂ എന്ന് പറയും. ഫയകബ്ബിറൂന മിഅ, അപ്പോൾ 100 വട്ടം തക്ബീർ ചൊല്ലും. ഹല്ലിലൂ മിഅ, നിങ്ങൾ 100 വട്ടം തഹ്ലീൽ ചൊല്ലൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ എന്ന് പറയും. ഫയുഹല്ലിലൂന മിഅ, അപ്പോൾ 100 വട്ടം തഹ്ലീൽ ചൊല്ലും. പിന്നെ സബ്ബിഹു മിഅ, നിങ്ങൾ 100 വട്ടം തസ്ബീഹ് ചൊല്ലൂ എന്ന് പറയും. ഫയുസബ്ബിഹൂന മിഅ, അപ്പോൾ 100 വട്ടം തസ്ബീഹ് ചൊല്ലും. അപ്പൊ ഈ കാര്യമാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം എന്ന് ആര് പറഞ്ഞേ? അബൂ മുസൽ അശ്അരി പറഞ്ഞേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണത് കണ്ടപ്പോ ഇഷ്ടമല്ലാതായി, അല്ലാഹു അക്ബർ ചൊല്ലണത് കണ്ടപ്പോ ഇഷ്ടമല്ലാതായി. ഇതാരോടാ പറയണേ? അബൂ അബ്ദുറഹ്മാനോട് പറയാണ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനോട് പറയാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്ന് പറഞ്ഞാൽ അനസ് ബിൻ മാലിക്കിന്റെ ഒക്കെ കൂടെ വളരെ ചെറിയ പ്രായത്തിൽ പ്രവാചകന്റെ പള്ളിയിലെത്തിയ വ്യക്തിയാണ്, മനസ്സിലായില്ലേ? പ്രവാചകന്റെ പിന്നെ വീട്ടിൽ സേവകനായി നിന്ന ആളാണ്, അത്രയും പ്രവാചക ജീവിതം അറിയുന്ന ആളാണ്, അത്രയും ആലിമാണ്, ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച വ്യക്തിയാണ്, ഹദീസിന്റെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അള്ളാഹു നിയോഗിച്ച വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഫമാദ ഖുൽത ലഹും, എന്നിട്ട് എന്തേ നീ അവരോട് പറഞ്ഞു? മാ ഖുൽതു ലഹും ഷൈഅൻ ഇന്തിളാറ റഈക് വന്തിളാറ അംരിക്, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ നിങ്ങളെടുത്തുനിന്നൊരു ഒരു 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 മറുപടി കിട്ടാൻ കാത്തു നിൽക്കുകയാണ്. പള്ളിയിൽ ആദ്യമായിട്ട് കാണുകയാണ്, ഇത്രയും കാലം കാണാത്തൊരു സംഭവമാണ്. അവരുടെ ഉള്ളിൽ അത് പറ്റാത്തതെന്നുണ്ട്, പക്ഷെ ഒരു വ്യക്തമായും ഇൽമ ഉള്ള ഒരു വ്യക്തിയോട് ചോദിച്ചിട്ട് കാര്യം പറയാന്ന് വിചാരിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഫത്വ വേഗം വരും നമുക്ക്, അല്ലേ? പ്രത്യേകിച്ച് നമ്മളെ ബിസിനസ്സിനെയും കച്ചവടത്തെയും വരുമാനത്തെയും ബാധിക്കണമെങ്കിൽ പെട്ടെന്ന് ഹലാലിന്റെ ഹുക്കുമ് പറയും. അത് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ആയിക്കോട്ടെ, എനിക്കെന്തോ കുഴപ്പം. ചില ആളുകൾ ഫത്വൽ മുനിൽ അങ്ങനെ ഉണ്ട്, പണ്ട് പഠിച്ച ഫത്വൽ മുനിലേക്കാണ്, പണ്ട് എവിടെയോ വായിച്ചൊരു വാചകമായിരിക്കും അയാളുടെ തെളിവ്, അല്ലേ? അതിന്റെ ദീൻ എന്താണ്, അതിന്റെ മസ്അല എന്താണെന്ന് പലപ്പോഴും ചിന്തിക്കലില്ല, സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി അപ്പോ അദ്ദേഹം അവരോട് പറഞ്ഞെന്താ അറിയോ? അഫല അമർതഹും അൻ യഉദ്ദു സയ്യിആതിഹിം, അവരോട് നിനക്ക് അവരുടെ തിന്മ എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നു? നന്മയെന്ന് കരുതിയിട്ട് ചെയ്യുന്ന പണി അത് നന്മയല്ല, അത് തിന്മയാണ്, അത് എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നോ? വലമിൻ തലഹും അല്ലാ യളിഅ മിൻ ഹസനാതിഹിം, അവരുടെ ഒരു നന്മയും അവരുടെ കൂടെ ഉണ്ടാകൂല എന്ന കാര്യത്തിൽ നിനക്ക് അവർക്ക് ജാമ്യം കൊടുത്തുകൂടായിരുന്നോ? അങ്ങനെ എന്ത് ചെയ്തു? ആ
പട്ടത്തിലിരുന്ന് ഇങ്ങനെ ദിക്ർ ഹൽക്കയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ പോയി. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, മാ ഹാദല്ലദീ അറാക്കും തസ്നഊൻ, നിങ്ങൾ എന്ത് പണിയാണ് മനുഷ്യന്മാരെ ഈ ചെയ്യുന്നത്? നിങ്ങൾ എന്ത് പണിയാണ് മനുഷ്യന്മാരെ ഈ ചെയ്യുന്നത്? ഖാലു യാ അബാ അബ്ദുറഹ്മാൻ ഹസൻ നഉദ്ദു ബിഹി തക്ബീറ വത്തഹ്ലീല വത്തസ്ബീഹ്, ഞങ്ങൾ ഈ കല്ലുകൾ കൊണ്ട് എണ്ണം പിടിച്ച് തക്ബീറും തസ്ബീഹും തഹ്ലീലും ചൊല്ലുകയാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, ഖാല നിങ്ങൾ നശിച്ചിരിക്കുന്നു, നിങ്ങൾ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഫഉദ്ദു സയ്യാതികും ഫഅന ളാമിനുൻ അല്ലാ യളിഅ മിൻ ഹസനാതികും ശൈഅ വൈഹകും യാ ഉമ്മത മുഹമ്മദിൻ മാ അസ്റാ ഹലക്കതകും. എന്താണ്? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ സമൂഹമേ, നിങ്ങൾ എത്ര പെട്ടെന്നാണ് നശിച്ചു പോയത്. വല്ലദി നഫ്സി ബിയദിഹി ഇന്നകും ലഅലാ മില്ലത്തിൻ ഫീ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ്. മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മില്ലത്തിനേക്കാളും വലിയൊരു മില്ലത്ത് നിങ്ങൾക്കുണ്ടോ? പ്രവാചകന്റെ ശ്രേഷ്ഠമായ അവ മുഫ്തത്തിഹി ബാബി ളലാല, നിങ്ങൾ ളലാലത്തിന്റെ വാതിൽ തുറക്കുകയാണോ? എന്തിനെ പറ്റി പറയണേ? തസ്ബീഹ് ചൊല്ലി 100 വട്ടം, തഹ്ലീൽ ചൊല്ലി 100 വട്ടം, അതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. വേറെ ഒന്നും അവിടെ നടന്നിട്ടില്ല. ഖാലു യാ വല്ലാഹി യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്ന ഇല്ലൽ ഖൈർ. അബൂ അബ്ദുറഹ്മാൻ, ഞങ്ങൾ ഖൈർ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം പറയാ, വകം മിൻ മുരീദിൽ ലിൽ ഖൈരി ലൻ യുസീബ. എത്ര ഖൈർ ഉദ്ദേശിക്കുന്നവരുടെ ഓൽക്ക് കിട്ടണില്ല. എത്ര ഖൈർ ഉദ്ദേശിച്ചിട്ട് അമൽ അങ്ങനെ ചെയ്യും, ഓൽക്ക് അത് കിട്ടണില്ല. വല്ലാഹി യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്ന ഇല്ലൽ ഖൈർ എന്ന് പറഞ്ഞപ്പോ പറയാണ്, ഇനി ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അന്ന ഖൗമ യഖറഊന അൽ ഖുർആന ലാ യുജാബിസു തറാഖീഹിം വൈമുല്ലാഹി മാ അദ്രി ലഅല്ല അക്തറഹും മിൻകും ثم തവല്ല അൻഹു ഫഖാല عمرو بن سلمة رأينا عامة أولئك الحلقة فرأينا عامة أولئك الحلقة يطاعنوننا يوم النهروان مع الخوارج. يطاعنوننا, ഞങ്ങളോട് അവർ യുദ്ധം ചെയ്തു. താഴ്ന്ന പറഞ്ഞ കുത്തുക എന്നാണ് അല്ലേ? ഈ പറയുന്ന ആളുകളോട് പറഞ്ഞു, എന്തെല്ലാം ഖൈർ ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്? എത്ര ആളുകളുണ്ട് ഖൈർ ഉദ്ദേശിക്കണവര്? പലരുടെയും ചുണ്ടറ്റത്തുനിന്ന് തൊണ്ടക്കുഴി വിട്ടത് താഴത്തേക്ക് ഇറങ്ങൂല അല്ലേ? സുഹൃത്തുക്കളെ, ഈ ഹദീസ് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? തീരുമാനം എടുക്കാൻ ഞാനൊരു ഹദീസ് ഫുള്ള് ഇവിടെ വായിച്ചു, ഇമാം ദാരിമിന്റെ ഹദീസ്. ഇങ്ങനെ ഒരു ഹദീസ് ഇല്ലാന്നോ, ഇത് സ്വഹീഹ് അല്ലാന്നോ, ഇതിന് വേറെ എന്തെങ്കിലും വ്യാഖ്യാനം ഉണ്ടെന്നോ പറയാൻ ബന്ധപ്പെട്ട ആർക്കെങ്കിലും പറ്റുമോ? വീഡിയോ ഒന്ന് ഇറങ്ങും ഇൻഷാ അല്ലാഹ്. ഇറങ്ങിയിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക, അവർ പറയട്ടെ. ഇത് ഞാൻ പറയണ അറിയോ? നമ്മളെ പരലോകം നോക്കണം. ഇവിടെ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മഹത്വല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മഹത്വം എന്താ? മൂസാ അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ എനിക്കൊരു ദിക്ർ പറഞ്ഞുണ്ടാ, വേറെ ആർക്കും നീ പറഞ്ഞു കൊടുക്കാത്ത അത്രയും മഹത്തരമായൊരു ദിക്ർ. അള്ളാഹ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ത്രാസിലും ആകാശവും ഭൂമിയും അള്ളാഹിന്റെ സൃഷ്ടികളെ മുഴുവൻ മറ്റേ ത്രാസിലും വെച്ചാൽ കൂടുതൽ കനം തൂങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ അജമികളെ, അറബികളെ സർവരെയും നിങ്ങൾ അതിജീവിക്കും. നിങ്ങൾക്ക് വിജയിക്കാനുള്ള മന്ത്രാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആർക്കാ സംശയമുള്ളത്? സുബ്ഹാനല്ലാഹ്ന്റെ മഹത്വത്തിലുണ്ട്, അല്ലാഹു അക്ബറിന്റെ മഹത്വത്തിലുണ്ട് അല്ലേ? അല്ലാഹു അക്ബറിന്റെ മഹത്വത്തിലുണ്ട്. നമ്മൾ തന്നെ ഖുത്ബയിൽ വേറെ ഖുത്ബകളാക്കി അതിന്റെ അത്ഭുതങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടോ 1000 വട്ടോ ഒക്കെ ചെല്ല, ഒരു പ്രശ്നമല്ല. പക്ഷെ അതിന് പള്ളിയിൽ ഒരു പ്രത്യേക രൂപം ഉണ്ടാക്കി, ഒരു പ്രത്യേക കോലുണ്ടാക്കി. ആ പ്രത്യേക രൂപമുണ്ടാക്കുന്നതും കോലമുണ്ടാക്കുന്നതൊക്കെയാണ് അദ്ദേഹം നിശിതമായ ഭാഷയിൽ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനിവിടെ ഒന്ന് ഇമാം ഷാത്തബിയെ ഉദ്ധരിച്ചു. എന്താ ഇമാം ഷാത്തബി പറഞ്ഞത്? നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഫമൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറഹ ഹസനതൻ, നല്ലതല്ലേ എന്ന് വിചാരിച്ച ഒരു കാര്യം ഒരാൾ ചെയ്താൽ അവൻ അള്ളാഹുവിന്റെ റസൂല് പല പഠിപ്പിക്കേണ്ട കാര്യങ്ങളും പഠിപ്പിക്കാതെ വഞ്ചന കാണിച്ചവനാണ് എന്ന് വാദിക്കുകയാണ് എന്നാണ് ഒന്ന്. 2, ഞാൻ പറഞ്ഞു, മഖാമു ഇബ്രാഹിമിൽ നിസ്കരിക്കാൻ ഉമറുൽ ഖത്താബ് ആഗ്രഹം ഉണ്ടായിരുന്നു. 2 റക്അത്ത് നിസ്കാരല്ലേ, 4 സുജൂദ് കിട്ടൂലേ, 2 റുക്കൂഅ് കിട്ടൂലേ? ഓരോ സുജൂദിനും ഒരു ദറജ കൂടും, ഒരു പാപം പൊറുക്കും, ഒരു നന്മ കൂടും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പൊ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? 4, 3, 12. 12-ലധികം കാര്യം യഥാർത്ഥത്തിൽ സുജൂദിൽ തന്നെ കിട്ടൂല എന്ന് വിചാരിച്ച് അദ്ദേഹം തുടങ്ങിയില്ല. റസൂലുള്ളാഹിനോട് പെർമിഷൻ ചോദിച്ചു, ആയത്തിറങ്ങിയപ്പോഴാണ്. ഇനി ആയത്തുൽ ഹിജാബ്, പ്രവാചകന്റെ ഭാര്യമാരോട് പോയിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ മതി, നിങ്ങൾ നല്ല ഹിജാബ് ഇടണം. അദ്ദേഹത്തിന്റെ മോളാണ് ഒരു ഭാര്യ അല്ലേ? ഹഫ്സ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന്റെ മോളാണ്, പ്രവാചകന്റെ പത്നി. ഉറ്റ കൂട്ടുകാരന്റെ മോളാണ്, ആയിഷ ബീവിയാണ് 2ാമത്തെ ആള്.
ഏറ്റവും ബഹുമാനനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് മോളാണ് മറ്റൊന്ന്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തേ പോയി പറയാതിരുന്നത്? അള്ളാഹുവിന്റെ വിധി പ്രതീക്ഷിച്ചു. ഖിബല മാറാൻ 16 മാസം 17 മാസം കാത്തിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മസ്അല എന്താണ്? ഇതിൽ നമുക്ക് കിട്ടുന്ന തത്വം എന്താണ്? ഇതിൽ നിന്ന് കിട്ടുന്ന തത്വം വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. അത് നമുക്ക് നമ്മുടെ ഉദ്ദേശപ്രകാരം ഇസ്ലാമിൽ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഉണ്ടാക്കാൻ പറ്റൂല. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുക. ബാക്കി കാര്യങ്ങൾ അടുത്ത ഖുത്ബയിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, പറഞ്ഞതിന്റെ ചുരുക്കം നമുക്കറിയുണ്ടാവും. നമ്മളൊക്കെ തന്നെ എടുത്തു പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിൽ ഇതുണ്ടാകും. ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ബിദ്അത്തിന്റെ ഏകദേശം 8-9 അപകടങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബകളിൽ നമ്മളത് പറയും. ഒന്ന് മാത്രം ഞാൻ പറയാം. നല്ലതല്ലേ എന്ന് വിചാരിച്ച് പുണ്യകർമ്മങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഹൗദുൽ കൗസറിലെ വെള്ളം കിട്ടൂല. ഈ ഖുത്ബ കഴിഞ്ഞ് അടുത്ത ഖുത്ബക്ക് ഉണ്ടാവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയണം. മനസ്സിലായില്ലേ? കിട്ടൂല, ഹൗദുൽ കൗസറിലെ വെള്ളം കിട്ടൂല. അപ്പൊ നമ്മൾ വേറൊരു പള്ളിയായി ഇവിടെ നിലനിൽക്കുന്നതും ഇവിടെ വേറെ തന്നെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതും ഈ ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. സൂക്ഷ്മമായി ജീവിതത്തെ പരിശോധിക്കണം, സൂക്ഷ്മമായി പരിശോധിക്കണം. ഓരോ പ്രദേശത്തും സലഫികൾ പള്ളി ഉണ്ടാക്കണം എന്തിനാ? മത്സരിക്കാനല്ല, പുതിയൊരു പ്രസിഡന്റ് ആകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പുതിയ സെക്രട്ടറി ആകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. നമ്മളെ പള്ളിയിൽ നിന്ന് ബാങ്കും കൂടിയും പുറത്തു കൂടണില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ബാങ്കും കൂടിയും പുറത്തു കൂടണില്ല. എന്താ ഇവിടത്ത്? ഇവിടെ പള്ളിയിൽ ബാങ്ക് കേൾക്കാനുള്ള ബാങ്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ വെച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആരും പേടിച്ചിട്ടല്ല, ആരും പേടിക്കേണ്ടതുമില്ല. അല്ലെ? നമ്മളെ നാട്ടിൽ ബാങ്ക് കൊടുക്കാരെങ്കിലും പേടിക്കണോ? പക്ഷേ എല്ലാറ്റിലും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ യോജിച്ചു പോകാവുന്ന എല്ലാ ഇടങ്ങളിലും യോജിക്കുകയും ദീനിൽ വിയോജിക്കേണ്ട പോയിന്റിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായി വിയോജിക്കുകയും ചെയ്യാന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡ്. മനസ്സിലായി? ഒരു മരിച്ചെടുത്ത് ചെന്നാൽ ആ അയലോക്കാണൊക്കെ ചെല്ലുന്നൊക്കെ ഉണ്ടാവുന്നു. അതിന്റെ ദീനുള്ള എല്ലായിടത്തും ഉണ്ടാവും, അല്ലാത്തടത്ത് നമ്മളെ കാണൂല. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ്. അവിടേക്ക് നമ്മളെ മനസ്സെത്താൻ എല്ലാവരും പ്രാർത്ഥിക്കുക, കുടുംബങ്ങളെത്താൻ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ പരലോകത്ത് ഒന്നിച്ച് സ്വർഗത്ത് പോകാൻ പറ്റൂല. അതതിന്റെ നഷ്ടം. അള്ളാഹു നമ്മെ അത്തരം ദുരന്തങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവന്റെ മുഅ്മിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ലോകത്തെമ്പാടും വേദന അനുഭവിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. എല്ലാ മഹാമാരിയിൽ നിന്നും എല്ലാ മതസ്ഥരെയും സർവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله عليه وسلم.